ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കുറേ പേരെന്നോട് ചോദിച്ചു എത്ര എഴുതണം ഇംഗ്ലീഷിൻ്റെ എക്സാമിന് എത്ര പേജ് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പം ഞാൻ ഓർത്തു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാവുന്ന. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് എത്ര എഴുതണം, എത്ര എഴുതിയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടും എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ ആൻസർ ലെങ്ത്ത് ഏറ്റവും മാറ്റർ ആവുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. മലയാളം മാറ്ററാണ്, ലാംഗ്വേജ് എല്ലാം മാറ്ററാണ്, പക്ഷേ ഇംഗ്ലീഷിന് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആൻസർ ലെങ്ത്ത്. കാരണം ഒത്തിരി ആൻസർ നമ്മൾ വാരി വലിച്ച് ഇപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു പേജ് ഫുൾ അങ്ങ് എഴുതാൻ പോയാൽ നിങ്ങൾക്ക് അറിയാം എന്ന് വെച്ച് നിങ്ങൾ ഒരു പേജ് ഫുൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വരുന്ന 4 മാർക്കിനോ പിന്നെ വരുന്ന 6 മാർക്കിനോ നിങ്ങൾക്ക് എഴുതാനുള്ള സമയം കിട്ടത്തില്ല. അവസാനം സമയം തികയാതെ വരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാവും, പിന്നെ പഠിച്ചതെല്ലാം മറന്നു പോകും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ എത്ര മാർക്കിന് എഴുതണമെന്ന് നിങ്ങൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം പോകാൻ. കാരണം നിങ്ങൾക്ക് ഇത്ര മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ നിങ്ങളത് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് പോയാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വാച്ച് നിങ്ങൾക്ക് അലൗഡാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇത്ര എണ്ണം ഉണ്ട്, അപ്പോൾ ഒരു 15 മിനിറ്റിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതി തീർക്കും എന്ന് നമ്മൾ മനസ്സിൽ ആദ്യം വിചാരിക്കുക. പിന്നെ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഫസ്റ്റ് തന്നെ നിങ്ങൾ 2 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം എന്ന് വെച്ച് നിങ്ങൾ 8 മാർക്കിൻ്റെ എഴുതിയിട്ട് പിന്നെ പോയി 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ പോയി 4 മാർക്കിൻ്റെ, അങ്ങനെ ചെയ്താൽ അത് നമ്മളെ പേപ്പർ നോക്കുന്ന ആളിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന കൂട്ടാവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടത്തില്ല. അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതെന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് വിചാരിച്ച് അവർ മാർക്ക് തരില്ല. ഒരിക്കലും മാർക്ക് അങ്ങനെ കട്ട് ചെയ്യുമെന്നല്ല പറയുന്നത്, പക്ഷേ അവരുടെ മനസ്സിലുള്ളൊരു ആ പേപ്പറിനെ പറ്റിയുള്ളൊരു ഇംപ്രഷൻ അതില്ലാതാവും. അതുകൊണ്ട് നിങ്ങൾ 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 4 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ ചെറിയ മാർക്ക് ആദ്യം എഴുതാൻ നിൽക്കല്ലേ. കാരണം ആദ്യം നിങ്ങൾക്ക് പഠിച്ചു വച്ചേക്കുന്ന 8 മാർക്കിൻ്റെ പേപ്പർ എങ്ങനെയെങ്കിലും നമ്മൾ 8 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ആൻസർ എങ്ങനെയെങ്കിലും നിങ്ങൾ എഴുതി പിടിപ്പിക്കുക അതിനകത്ത്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് സമയമുണ്ട്. ആ സമയത്തിന് നിങ്ങൾക്ക് പതുക്കെ ആലോചിച്ചിട്ടാണെങ്കിലും അതിനകത്തുനിന്ന് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 മാർക്കൊക്കെ പോകത്തുള്ളൂ എഴുതി വരുമ്പോഴത്തേനും കിട്ടിയില്ലെങ്കിൽ. പക്ഷെ നിങ്ങൾ ഈ 8 മാർക്ക് ലാസ്റ്റ് കൊണ്ടുവന്ന് വെച്ച് എഴുതാൻ പോകുമ്പോഴത്തേനും സമയവും കിട്ടത്തില്ല, നിങ്ങൾക്ക് ടെൻഷൻ കയറിയിട്ട് പോയിൻറ്റും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഈ 8 മാർക്കിനെ ബാധിക്കുന്നതാണോ അതോ 2 മാർക്കിനെ ബാധിക്കുന്നതാണോ പ്രശ്നം, അത് നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതുക. അത് ഓരോരുത്തരെയും അനുസരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അധികം പറയാത്തത്. പിന്നെ അത് ടൈം വേസ്റ്റ് ചെയ്യും, അതുപോലെ നമ്മുടെ മാർക്കിനെ കാര്യമായിട്ട് ബാധിക്കും. അതുപോലെ നമ്മൾക്ക് ഇപ്പോൾ പ്രോപ്പർ ലെങ്ത്ത്, അതായത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് പാരഗ്രാഫ് വൈസ് തിരിച്ച് ഓരോ കാര്യങ്ങളും പാരഗ്രാഫിൽ സബ് ഹെഡിങ് ഒക്കെ കൊടുത്ത് അണ്ടർലൈൻ ചെയ്ത് മെയിൻ പോയിൻറ്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്തൊക്കെ സമയമുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നൊരു പേപ്പർ കാണുമ്പോൾ ഈ പേപ്പർ നോക്കുന്ന ആളിനൊരു ഇമ്പ്രഷൻ വരും, ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്നൊരു തോന്നൽ ആദ്യം തന്നെ വരും. പിന്നെ വായിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ലെങ്ത്, ഇപ്പോൾ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ വേണ്ടത്ര എഴുതിയിട്ടില്ലെങ്കിൽ അത് ആ മാർക്കിനെ ബാധിക്കുക. ആൾ പറയും ഇതെന്താ ഇത്ര എഴുതിയിട്ടുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും. മനസ്സിലായോ? പിന്നെ അതുപോലെ ടൈമിൽ എക്സാം നമുക്ക് എഴുതി തീർക്കാൻ സഹായിക്കുന്നൊരു കാര്യമാണ് ഈ എത്ര മാർക്കിന് നമ്മൾ എഴുതുന്നു, എത്ര ലെങ്ത് നമ്മൾ എഴുതുന്നു എന്നുള്ളത്. കാരണം നിങ്ങൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു പേജ് എഴുതാൻ പോയാൽ അത്രയും സമയം അങ്ങ് പോകും. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ്ലി 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലെങ്ത്താണ് ഞാൻ പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്കിപ്പം ചില ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയാം, ഇതും കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ലാസ്റ്റ് സമയം കിട്ടുമെന്ന് നിങ്ങൾ അന്നേരം ആലോചിക്കുക. 1 സെൻറ്റൻസോ 2 സെൻറ്റൻസിലോ നിങ്ങൾ തീർക്കുക. ഇപ്പോൾ 2 or 3 ലൈൻസിൽ നിങ്ങളത് തീർക്കുക. അതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതുക. ആ ക്വസ്റ്റ്യനുമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ആൻസർ എഴുതുക. അല്ലാതെ ഭയങ്കരമായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് പോയാൽ നിങ്ങൾക്ക് ആ പേജ് ഫുൾ എഴുതാൻ കാണും. അത്ര എഴുതേണ്ട ആവശ്യം നമുക്ക് അപ്പോൾ അവിടെ ഇല്ല. അത് നിങ്ങൾ ആലോചിക്കാം. അതുപോലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ 3 to 4 സെൻറ്റൻസ് നിർത്തുക. അത്
അതായത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ആ പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ 1 2 സെൻറ്റൻസിൽ എഴുതിയാൽ മതി. പക്ഷേ ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു 3 4 സെൻറ്റൻസ്, ഒരു 4 മുതൽ 6 വരെ ലൈന്, അതായത് നിങ്ങളൊരു പേപ്പറിൻ്റെ പകുതിക്ക് മേളിൽ നിൽക്കുന്ന തരത്തിൽ നിങ്ങൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതുപോലെ അതിനകത്ത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല അവിടെ നമുക്ക് ആവശ്യം. എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, എന്ന് വെച്ചാൽ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണ്ട. പിന്നെ ഇമ്പോർട്ടൻറ്റ് കീ വേർഡ്സ് അതിനകത്ത് എഴുതുക. സമയമുണ്ടെങ്കിൽ നിങ്ങളത് അണ്ടർലൈൻ കൂടെ ചെയ്യുക. പിന്നെ നമ്മൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. 4 മാർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഒറ്റ പാരഗ്രാഫ് മീൻസ് നിങ്ങൾ ഒരു പേജ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ പേജ് നിങ്ങൾ എങ്ങനെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളത് എഴുതുക. അതുപോലെ 8 മുതൽ 10 വരെ ലൈൻ എന്ന് നമുക്ക് പറയാം. അതൊരു മിനിമം ആയിട്ടുള്ള നമ്പറാണ്. നിങ്ങൾ ഒറ്റ പേജ് എഴുതിയാൽ നിങ്ങൾ സേഫാണ്. കാരണം ഒരു പേജ് എഴുതിയാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കാണും, എങ്ങനെയും മാർക്കിട്ട് നിങ്ങളെ ജയിപ്പിക്കും. അപ്പോൾ അതിനകത്തെ ഐഡിയ, ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഐഡിയ നിങ്ങൾ അതിനകത്ത് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക അതിനകത്ത്. പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫുൾ പേജ് വേണം. അതിൻ്റെ കൂടെ നിങ്ങൾ അടുത്ത പേജും കൂടെ എഴുതണം. അടുത്ത പേജിൻ്റെ പകുതി. ഞാൻ ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എപ്പോഴും വരണമെന്നില്ല. ചിലപ്പോൾ 6 മാർക്കാവും, 8 മാർക്ക്, അങ്ങനെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 6 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ പകുതി എഴുതുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ 2 പേജ് ഫുൾ എഴുതാൻ ശ്രമിക്കുക. 2 പേജ് ഫുൾ എഴുതിയാലേ നിങ്ങൾക്ക് അതിനകത്ത് പറയുന്ന എല്ലാ ആൻസറും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മിനിമം ആണ് ഞാൻ പറയുന്നത് 2 പേജ് എഴുതുക. നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5 പേജും എഴുതാം. പിന്നെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുക, അത് കഴിഞ്ഞ് നമ്മൾ ഓരോ പാരഗ്രാഫായിട്ട് മെയിൻ പോയിൻറ്റ്സ് എഴുതുക, ലാസ്റ്റ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക. ഈ ഇൻട്രൊഡക്ഷൻ, മെയിൻ പോയിന്റ്, കൺക്ലൂഷൻ എന്ന് പറയുന്ന ഈ 3 സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഇല്ലാത്തൊരു ആൻസറിന് അത്രയും മാർക്കും കൂടെ കുറയുമെന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഡിസ്കോഴ്സസ് എന്ന് പറയുമ്പോൾ ഡയറി, ലെറ്റർ, സ്പീച്ച്, അങ്ങനത്തെ സാധനങ്ങൾ. അതിന് 1 മുതൽ 1.5 പേജ് വരെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലെങ്ത് ആണ്. അതായത് 120 മുതൽ 150 വേർഡ്സ് എഴുതുക. നിങ്ങൾ ഒരിക്കലും വേർഡ്സ് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും നിൽക്കല്ലേ. നിങ്ങൾ ഒരു പേജ്, 1.5 പേജ്, ആ ഒരു ലെങ്ത് മനസ്സിൽ വെച്ച് വേണം എഴുതാൻ. അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഫോർമാറ്റ്. നിങ്ങൾക്ക് മോഡൽ എക്സാമിനൊക്കെ നിങ്ങൾ എഴുതിയതാണ്, പല എക്സാമുകൾ നിങ്ങൾ എഴുതി ഇത്ര നാളുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഫോർമാറ്റ് എന്താണ്. നമ്മൾ ഡയറിയുടെ ഫോർമാറ്റൊക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ നോക്കി. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ കറക്റ്റ് ഫോർമാറ്റ് പഠിച്ചുകൊണ്ട് പോവുക. ഫോർമാറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾ എന്തൊക്കെ കാര്യമായിട്ട് എഴുതിയെന്ന് പറഞ്ഞാലും, എത്ര നല്ല ഒരു ഡിസ്കോഴ്സ് ആണെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് ഫോർമാറ്റ് ഇല്ലെങ്കിൽ അതിലെ മാർക്ക് കട്ടാകും. അത് നിങ്ങൾ ഓർക്കുക. അതുപോലെ സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജിലായിരിക്കണം എഴുതുക. അല്ലാതെ നിങ്ങൾ ഒത്തിരി കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ എഴുതിയാൽ ആ ഇൻവിജിലേറ്ററിന് അത് നോക്കാൻ തോന്നത്തില്ല പേപ്പർ. അത് നിങ്ങൾ ആലോചിക്കുക. അതുപോലെ നിങ്ങളിപ്പം നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില വേർഡ്സായ വാട്സാപ്പ്, അങ്ങനത്തെ ചില സാധനങ്ങളുണ്ടല്ലോ, ന്യൂജൻ വേർഡ്സ്, അതൊന്നും നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ സാധാരണ നമ്മൾ പഠിക്കുന്ന ഭാഷ, സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുക. അല്ലാതെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ഭാഷയിലോ ഒന്നും എഴുതാതിരിക്കുക. ഇപ്പം നമ്മൾ ബിറ്റ്വീൻ ഒക്കെ BTW അങ്ങനെയൊക്കെ ഇടാറുണ്ട്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പബ്ലിക് എക്സാം ആണ്, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യല്ല. പിന്നെ എക്സാം റൈറ്റിംഗ് ടിപ്സ് എന്ന് പറയുന്നത്, നീറ്റായിട്ട് എഴുതുക. ഞാൻ എപ്പോഴും പറയും, ഹാൻഡ് റൈറ്റിംഗ് നീറ്റായിരിക്കണം, പേപ്പർ നീറ്റായിരിക്കണം. നിങ്ങൾ എല്ലാം കാണുമ്പോൾ നമുക്കൊരു വൃത്തി വേണം ആ പേപ്പർ കണ്ടാൽ. അത് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ആൻസർ എഴുതുമ്പോൾ അതിനിടയ്ക്ക് സ്പേസ് വിടുക. ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ ഒരു ലൈനെങ്കിലും വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങാവും. അത്രയും സ്പേസ് എങ്കിലും വിടണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. ടൈം പ്രോപ്പർലി ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ എഴുതിയിട്ട് വരും. അതാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഇയേഴ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ഡൗട്ടോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അറിയേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും.